ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിന്തസിസിലെ അനാലിസിസ് ടെക്നിക്കുകളാണ്, അനലിറ്റിക്കൽ ടെക്നിക്കുകളാണ്. അതായത് ഇക്വേഷൻ ഉപയോഗിച്ച് അത് സോൾവ് ചെയ്ത് ഒരു 4 ബാർ മെക്കാനിസത്തിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സുകളിൽ ഒന്നായ ഫ്രുഡൻസ്റ്റെയിൻസ് ഇക്വേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതല്ലാതെ ഫ്രുഡൻസ്റ്റെയിൻസ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഉപകരിക്കുന്നതായിരിക്കും. സോ ഫ്രുഡൻസ്റ്റെയിൻസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് അതൊരു അനലിറ്റിക്കൽ ടെക്നിക്കിൻ്റെ പേരാണ്. എന്തിനുള്ള അനലിറ്റിക്കൽ ടെക്നിക്ക്? സിന്തസിസ് ഓഫ് മെക്കാനിസം. ഒരു മെക്കാനിസത്തിനെ സിന്തസിസ് ചെയ്യാനുള്ള അനലിറ്റിക്കൽ ടെക്നിക്സിൽ ഒന്നിൻ്റെ പേരാണ് ഫ്രുഡൻസ്റ്റെയിൻസ് ഇക്വേഷൻ. ഓക്കെ, ഒരു മെക്കാനിസം കൺസിഡർ ചെയ്യുക. സോ ഒരു ഓർഡിനറി 4 ബാർ മെക്കാനിസം എ ബി സി ഡി കൺസിഡർ ചെയ്യുക. ഇതിൽ എ ബി ആണ് ക്രാങ്ക്, ബി സി ആണ് കണക്റ്റിംഗ് റോഡ്, സി ഡി ആണ് ഫോളോവർ, എ ഡി ആണ് ഫിക്സഡ് ലിങ്ക്. എ ഡി എന്ന് പറയുന്ന ഫിക്സഡ് ലിങ്കിൻ്റെ ലെങ്തിനെ L1 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എ ബി എന്ന് പറയുന്ന ക്രാങ്കിൻ്റെ ലെങ്തിനെ L2 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ബി സി എന്ന് പറയുന്ന ലിങ്കിൻ്റെ ലെങ്തിനെ L3 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സി ഡി എന്ന് പറയുന്ന ലിങ്കിൻ്റെ ലെങ്തിനെ L4 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും മാറിപ്പോകരുത്. L1 എന്ന് പറയുന്നത് ഫിക്സഡ് ലിങ്കിൻ്റെ ലെങ്ത് ആയിരിക്കണം എപ്പോഴും. L2 എന്ന് പറയുന്നത് ക്രാങ്കിൻ്റെ ലെങ്ത് ആയിരിക്കണം എപ്പോഴും. L3 എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് ആയിരിക്കണം എപ്പോഴും. L4 എന്ന് പറയുന്നത് ഫോളോവറിൻ്റെ ലെങ്ത് ആയിരിക്കണം എപ്പോഴും. ഒരിക്കലും ഇവ തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ മുഴുവൻ തെറ്റിപ്പോവും. ഇനി ക്രാങ്കിൻ്റെ ഇനിഷ്യൽ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇനിഷ്യൽ പൊസിഷൻ എന്ന് നോക്കണ്ട, ക്രാങ്കിൻ്റെ ഏത് പൊസിഷനെയും തീറ്റ, അത് θ1 ആവാം, θ2 ആവാം, θ3 ആവാം. θ1 ആണെങ്കിൽ അത് ഇനിഷ്യൽ പൊസിഷൻ, θ2 ആണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ, θ3 ആണെങ്കിൽ അത് തേർഡ് പൊസിഷൻ എന്ന് ഓർത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഫോളോവറിൻ്റെ ഏതൊരു പൊസിഷനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ φ ഉപയോഗിക്കുന്നു. φ1 ആണെന്നുണ്ടെങ്കിൽ അത് ഫോളോവറിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ, φ2 ആണെന്നുണ്ടെങ്കിൽ അത് ഫോളോവറിൻ്റെ സെക്കൻഡ് പൊസിഷൻ. അങ്ങനെ ഓർക്കുക. ഇനി ഫ്രുഡൻസ്റ്റെയിൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദാ ഈ കാണുന്നതാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. K1 cos φ മൈനസ് K2 cos θ പ്ലസ് K3 ഈസ് ഈക്വൽ ടു cos θ മൈനസ് φ. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇതിനെയാണ് ഫ്രുഡൻസ്റ്റെയിൻസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇതിൽ തീറ്റയും ഫൈയും എന്താണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. K1 K2 K3 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റുകളാണ്. ഈ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയമെൻഷൻസ് ഓഫ് വേരിയസ് ലിങ്ക്സ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. K1 ഈസ് ദ റേഷ്യോ ഓഫ് L1 ടു L2. അപ്പോൾ L1 എന്താ? ലെങ്ത് ഓഫ് ഫിക്സഡ് ലിങ്ക്. L2 എന്താ? ലെങ്ത് ഓഫ് ക്രാങ്ക്. ഇതൊരിക്കലും മാറിപ്പോകരുത്. അതായത് ഈ L1 L2 അതാണ് ഞാൻ പറഞ്ഞത്, മാറിപ്പോകരുത് എന്നുള്ളത്. സപ്പോസ് നിങ്ങൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടേ L1 L2 തന്നെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ തെറ്റിപ്പോവും. എപ്പോഴും ഈ ഫിഗറും മനസ്സിലുണ്ടാവണം, ഈ വാല്യൂസും മനസ്സിലുണ്ടാവണം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ ഒരു കാരണവശാലും പാടില്ല. സിമിലർലി K2 എന്ന് പറയുന്നത് L1/L4. സോ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഫിക്സഡ് ലിങ്ക് ടു ദാറ്റ് ഓഫ് ദ ഫോളോവർ. സിമിലർലി K3 എന്ന് പറയുന്നത് L1 സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ മൈനസ് L3 സ്ക്വയർ പ്ലസ് L4 സ്ക്വയർ ബൈ 2L2 L4. ഈ ഇക്വേഷൻ കാണാതെ അറിഞ്ഞിരിക്കണം. ഒരു കാരണവശാലും ഇത് തിരിഞ്ഞു പോകരുത്. ഇത് വെച്ച് 10 മാർക്കിൻ്റെ പ്രോബ്ലംസും തിയറിയും ഒക്കെ ചോദിക്കാം. ആകെപ്പാടെ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ, ഇത് കാണാതെ പഠിക്കേണ്ടത് ഇത്രയുമാണ്. മനസ്സിലാക്കി പഠിക്കാനുള്ളത് അപ്പുറത്ത് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ കൊടുത്തിട്ടുണ്ട്. കാണാതെ പഠിക്കേണ്ടത് ഇത്രയുമാണ്. ഇത് ഇത്രയും കാണാതെ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളത് തിയറി ആയിട്ടോ അല്ലെങ്കിൽ പ്രോബ്ലമായിട്ടോ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഫ്രുഡൻസ്റ്റെയിൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ശേഷം ഫ്രുഡൻസ്റ്റെയിൻസ് ഇക്വേഷൻ കഴിഞ്ഞ് നമ്മൾ മറ്റൊരു മെത്തേഡ് പഠിക്കുന്നുണ്ട്. ആ മെത്തേഡിൽ 50% ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയും നമുക്ക് ഗുണം ചെയ്യും. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചാലും നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അതും നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടെല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ PPTക്കകത്തുള്ളതെല്ലാം കാണാതെ അറിഞ്ഞിരിക്കണം. കാണാതെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ പാടില്ല. മൈനസ് സൈനുകൾ എവിടെയാണ് വരുന്നത് എന്നുള്ളത്, ഇവിടെ മൈനസ് സൈനാണ് എന്നുള്ളത്.
ഇവിടെ മൈനസ് സൈൻ ആണുള്ളത്. അത് തീറ്റ മൈനസ് ഫൈ ആണ് എന്നുള്ള കാര്യം, ഫൈ മൈനസ് തീറ്റ അല്ല, തീറ്റ മൈനസ് ഫൈ ആണ് എന്നുള്ള കാര്യം. K3യുടെ കേസിൽ ഇവിടെ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ എന്നുള്ള കാര്യം. പലപ്പോഴും ഞാൻ പേപ്പർ നോക്കുമ്പോൾ പല മിസ്റ്റേക്കും കണ്ടിട്ടുള്ളതിൽ ഒന്ന് ഈ നെഗറ്റീവ് പോസിറ്റീവ്, ഇതെല്ലാം ശരിയായിരിക്കും, K1ഉം K2ഉം K3 ഒക്കെ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. വലിയ വലിയ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് ഏറ്റവും നിസ്സാരമായിട്ടുള്ള, അതായത് ഈ നെഗറ്റീവ് സൈനുകൾ കൊണ്ട് തെറ്റിച്ച് കളയും. ചിലപ്പോൾ ഇത് പ്ലസ് ഇട്ടിട്ട് ഇത് മൈനസ് ഇടും. അങ്ങനെ ഒന്നും കാണിക്കരുത്. കറക്റ്റ് എവിടെയാണ് മൈനസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ച് വേണം എഴുതാൻ. ഇല്ലെങ്കിൽ പഠിച്ചതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും കിട്ടത്തില്ല. ഓക്കെ, ഇനി ഇത് ഞാൻ ഈ ഫ്രുഡൻസ്റ്റീൻസ് ഇക്വേഷൻ തിയറി ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളും ഒപ്പം ഫ്രുഡൻസ്റ്റീൻസ് ഇക്വേഷനെ മനസ്സിലാക്കി തരാനും കൂടെ ശ്രമിക്കുകയാണ് ഈ സ്ലൈഡിൽ. ഓക്കെ, ഇത് തിയറി ആയിട്ട് ചോദിച്ചാലും എഴുതാം. ഒപ്പം നിങ്ങൾക്ക് എന്താണ് ഫ്രുഡൻസ്റ്റീൻസ് ഇക്വേഷൻ, ഇതെങ്ങനെയാണ് നമ്മൾ പ്രോബ്ലത്തിൽ ഇട്ട് സോൾവ് ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ക്രാങ്കിൻ്റെ 3 പൊസിഷനുകൾ θ1, θ2, θ3 ആണ് എന്നും ഫോളോവറിൻ്റെ 3 പൊസിഷനുകൾ φ1, φ2, φ3 ആണ് എന്നും അസ്യൂം ചെയ്യുക. അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. AB എന്ന് പറയുന്ന ക്രാങ്കിൻ്റെ 3 പൊസിഷനുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. AB1 അത് θ1 ഡിഗ്രിയിൽ, AB2 അത് θ2 ഡിഗ്രിയിൽ, AB3 അത് θ3 ഡിഗ്രിയിൽ. ക്രാങ്കിൻ്റെ ഫസ്റ്റ് പൊസിഷൻ AB1, ക്രാങ്കിൻ്റെ സെക്കൻഡ് പൊസിഷൻ AB2, ക്രാങ്കിൻ്റെ തേർഡ് പൊസിഷൻ AB3. സിമിലർലി ഫോളോവറിൻ്റെ 3 പൊസിഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫോളോവർ CD, അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ C1D, അത് φ1 ആംഗിളിൽ ഇൻക്ലൈൻഡ്. ഫോളോവറിൻ്റെ സെക്കൻഡ് പൊസിഷൻ C2D, അത് φ2 ആംഗിളിൽ ഇൻക്ലൈൻഡ്. ഫോളോവറിൻ്റെ തേർഡ് പൊസിഷൻ C3D, അത് φ3 ആംഗിളിൽ ഇൻക്ലൈൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ആംഗിളുകൾ കിട്ടി. θ1, θ2, θ3, φ1, φ2, φ3. സോ ഈ 3 ആംഗിളുകൾ തൊട്ട് മുമ്പ് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞ് ആ ബോക്സിലിട്ടിരുന്ന ഫ്രുഡൻസ്റ്റീൻസ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. അത് 3 ഇക്വേഷൻസ് കിട്ടുന്നത് ഇങ്ങനെയാണ്. ക്രാങ്ക് θ1 കറങ്ങുമ്പോഴാണ് ഫോളോവർ φ1 കറങ്ങുന്നത്. സോ അതൊരു പെയറാണ്. θ1ന് φ1, θ2ന് φ2, θ3ക്ക് φ3. സോ അങ്ങനെ ആദ്യത്തെ ആ ബോക്സിൻ്റെ അകത്തുള്ള ഇക്വേഷനിൽ തീറ്റയുടെ സ്ഥാനത്ത് θ1 എന്നും ഫൈയുടെ സ്ഥാനത്ത് φ1 എന്നും കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. K1 cos φ1 മൈനസ് K2 cos θ1 പ്ലസ് K3 ഈസ് ഈക്വൽ ടു cos θ1 മൈനസ് φ1. സിമിലർലി സെയിം ഇക്വേഷനിൽ തീറ്റയുടെ സ്ഥാനത്ത് θ2 എന്നും ഫൈയുടെ സ്ഥാനത്ത് φ2 എന്നും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് K1 cos φ2 മൈനസ് K2 cos θ2 പ്ലസ് K3 ഈസ് ഈക്വൽ ടു cos θ2 മൈനസ് φ2 എന്ന മറ്റൊരു ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ θ3 φ3 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മൂന്നാമത്തെ ഇക്വേഷനും കിട്ടും. ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് K1, K2, K3 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. θ1ഉം φ1ഉം എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. സോ ഇത് 3 ഇക്വേഷൻ 3 അൺനോൺ ഫോർമാറ്റിലേക്ക് മാറി. അൺനോൺ എന്ന് പറയുന്നത് K1, K2, K3 ആണ്. ഇതിനെ നമുക്ക് കാൽക്കുലേറ്ററിൽ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞു തന്നോളാം. 3 ഇക്വേഷൻ 3 അൺനോൺ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കാൽക്കുലേറ്റർ മേ ബി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. മോഡ് 3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇത് വരും. ഇക്വേഷനെ ഞെക്കി കഴിയുമ്പോൾ അവർ ചോദിക്കും എത്ര അൺനോൺ ഉണ്ട്, 2 ആണോ 3 ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇക്വേഷൻ 3 അൺനോൺ സോൾവ് ചെയ്യാൻ കാൽക്കുലേറ്റർ എളുപ്പം റെഡിയാവും. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് K1, K2, K3യുടെ വാല്യൂ കിട്ടും. ഈ K1, K2, K3 എന്താണ് എന്നുള്ളത് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് L1, L2, L3, L4ൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് ഫ്രുഡൻസ്റ്റീൻസ് ഇക്വേഷൻ്റെ ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോളാം. ഇത് തിയറി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞ സ്ലൈഡിലെ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും എഴുതണം. ഓക്കെ, നമ്മളിപ്പം ഈ ഫ്രുഡൻസ് ഡിസൈൻ എ ഫോർവാർ മെക്കാനിസം വിച്ച് ക്യാൻ കോർഡിനേറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആംഗിൾസ് ആസ് ഗിവൺ ബിലോ. അതായത് ഒരു ഉദ്ദേശിക്കുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ട് ആംഗിൾസും തന്നിട്ടുണ്ട്, അങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോർവാർ മെക്കാനിസം ഡിസൈൻ ചെയ്യുക. സോ ഇൻപുട്ട് ക്രാങ്ക് ആംഗിൾ എന്ന് പറഞ്ഞ് 3 ആംഗിളുകൾ തന്നിട്ടുണ്ട്. അതായത് 3 പൊസിഷനുകളാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. θ1, θ2, θ3. സോ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആംഗിൾ അതായത് φ 3 എണ്ണം, φ1, φ2, φ3 തന്നിട്ടുണ്ട്. സോ θ1 30 ഡിഗ്രി, ഇത് θ1, ഇത് θ2, ഇത് θ3. ഇൻപുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും തീറ്റയാണ്. ഇത് φ1,
ഇത് φ2, ഇത് φ3 മതി. ഇത്രയും മതി നമുക്ക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ K1 cos ആ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് θ1 φ1 ഉണ്ട്. θ1 എത്രയാ? 30 ഡിഗ്രി. φ1 എത്രയാ? 0. θ2 φ2. θ2 എത്രയാ? 50. φ2 എത്രയാ? 30. θ3 φ3. θ3 എത്രയാ? 80. φ3 എത്രയാ? 60. ആ ആംഗിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ഇതിനെ നമ്മൾ ആ cos 0യുടെ വാല്യൂവും cos 30യുടെ വാല്യൂ എല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ K1 K2 K3യുടെ ടേംസിൽ ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടും. K1 മൈനസ് cos 30 എത്രയാണ്? 0.866. K2 പ്ലസ് K3 is equal to cos 30 എത്രയാ? 0.866. Similarly 0.866 K1 മൈനസ് cos 50 0.6428. K2 പ്ലസ് K3. അങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടും. ഇതാണ് ആ 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസും കാൽക്കുലേറ്ററെ സോൾവ് ചെയ്യാം. അത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. മോഡ് 3 തവണ ഞെക്കുക. കാൽക്കുലേറ്ററിൻ്റെ മോഡ് 3 തവണ ഞെക്കി കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഇക്വേഷൻസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ വരും. ഇക്വേഷൻസിൻ്റെ താഴെ ഒരു നമ്പർ കാണും. ആ നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷൻസ് മോഡിലേക്ക് അത് മാറി. എന്നിട്ട് അവർ ചോദിക്കും ഇതിൻ്റെ അകത്ത് എത്ര അൺനോൺ ഉണ്ടെന്ന് ചോദിക്കും. അൺനോൺ 2 ആണോ 3 ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ 3 എന്നുള്ളത് കാൽക്കുലേറ്ററെ പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ കാണുന്ന K1ൻ്റെ പോയിന്റ്, K1ൻ്റെ സ്ഥാനത്തുള്ള കോൺസ്റ്റൻറ്റ് എത്രയാണ്? 1. K2ൻ്റെ സ്ഥാനത്തുള്ള കോൺസ്റ്റൻറ്റ് എത്രയാണ്? മൈനസ് 0.866. K3യുടെ സ്ഥാനത്തുള്ള കോൺസ്റ്റൻറ്റ് എത്രയാണ്? 1. പിന്നെ C. അവർ ചോദിക്കുന്നത് A1 B1 C1 D1 എന്നായിരിക്കും ചോദിക്കുക കാൽക്കുലേറ്ററിൽ. A1 1, A2 മൈനസ് 0.866, A3 1, സോറി A1 A1 B1 C1 അങ്ങനെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ്. A1 1, B1 മൈനസ് 0.866. അത് കാൽക്കുലേറ്റർ ഉള്ളവർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കിട്ടും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി 3 ഇക്വേഷൻ 3 അൺനോൺ വേറെ മാത്സിലൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ. C1 A1 B1 C1 പിന്നെയുള്ളത് D1, അത് കോൺസ്റ്റൻ്റ് ആണ് 0.866. അങ്ങനെ അടുത്തത് ചോദിക്കും A2 B2 C2 D2. അടുത്തത് A3 B3 C3 D3. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും K1 K2 K3ക്ക് ഒരു വാല്യൂ കാൽക്കുലേറ്റർ തന്നെ A1 ഈസ് ഈക്വൽ ടു B1 ഈസ് ഈക്വൽ ടു C1 ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞുകൊണ്ട് വാല്യൂസ് നിങ്ങൾക്ക് ഇട്ട് തരും. ആ വാല്യൂ ആണ് K1 എന്ന് പറയുന്നത് 1.831 കിട്ടും, K2 എന്ന് പറയുന്നത് 1.4294 കിട്ടും, K3 എന്ന് പറയുന്നത് 0.2718 കിട്ടും. ഇത് കാൽക്കുലേറ്ററെ 3 ഇക്വേഷൻ 3 അൺനോൺ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ വാല്യൂ. ഇനി ഈ K1 K2 K3 എന്താണെന്നുള്ളത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ വാല്യൂവിലേക്ക് അതിനെ കൊണ്ടുപോവുക. K1 എന്താണ്, K2 എന്താണ്, എന്നിട്ട് ഇതിൽ L1 L2 L3 L4 ഏതിൻ്റെയെങ്കിലും ഒരു ഡയമെൻഷൻ നമുക്ക് തന്നിരിക്കണം. തന്നെങ്കിൽ മാത്രമേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തന്നിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ അസ്യൂം ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് ഏറ്റവും ചെറിയ ലിങ്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 യൂണിറ്റ്. യൂണിറ്റ് എന്നുള്ളത് എന്ത് യൂണിറ്റ് ഉപയോഗിക്കാം? സെൻറ്റിമീറ്ററോ മീറ്ററോ മില്ലിമീറ്ററോ എന്ത് വേണമെന്നോ ഉപയോഗിക്കാം. സോ അത് അസ്യൂം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള L1 L3 L4 എന്നിവ കണ്ടുപിടിക്കുന്നു. സോ L1 1.831 കിട്ടും, L2 നമ്മൾ 1 എന്ന് അസ്യൂം ചെയ്തിരുന്നു, L3 കിട്ടും, L4 കിട്ടും. എന്നിട്ട് അവസാനം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡയമെൻഷൻ വെച്ചുകൊണ്ട് ഒരു 4 ബാർ മെക്കാനിസം, അത് എക്സാക്ട്ലി ഡയമെൻഷൻ എടുക്കണമെന്നില്ല, ഒരു 4 ബാർ മെക്കാനിസം വരച്ചിട്ട് ഈ ഡയമെൻഷൻസ് അവിടെ എഴുതിയിട്ടാൽ മതി. എഴുതിയിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ L1 എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ആ ഫിഗർ നോക്കുക. ആ ഫിഗറിൽ എവിടെയാണോ L1 വരുന്നത് അതേ സ്ഥാനത്തായിരിക്കണം നിങ്ങൾ വരയ്ക്കുന്ന ഫിഗറിലും L1 വരേണ്ടത്. ഓക്കെ, അങ്ങനെ L1 L2 L3 L4 കിട്ടിയ വാല്യൂസ് എഴുതിയിടുക. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന L2 ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് എന്നാണ്. സോ ഇവിടെ എന്ത് യൂണിറ്റ് ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ നിങ്ങളിവിടെ മില്ലിമീറ്റർ എന്നാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഇത് കിട്ടുന്നത് 1.831 മില്ലിമീറ്റർ ആയിരിക്കും. നിങ്ങളിവിടെ മീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്നത് 1.831 മീറ്റർ ആയിരിക്കും. സോ ഏത് യൂണിറ്റ് ആണോ ഇട്ട് കൊടുക്കുന്നത് ആ യൂണിറ്റിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ L1 L2 L3 L4 കിട്ടുക. ഓക്കെ, ഇതൊരു ചെറിയ പ്രോബ്ലമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പലതവണ പലയാവർത്തി ചോദിച്ചിട്ടുണ്ട്. ഈ ഒറ്റ പ്രോബ്ലം ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഇപ്പോൾ തന്നെ ചോദിക്കാം. ഇപ്പോൾ 3 ഇക്വേഷൻ 3 അൺനോൺ എടുക്കാൻ സംശയമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ?